ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഈ വീട്ടിൽ കാലൂത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ഇത് മാധവേട്ടനെത്തില്ലോ. മാധവ എന്താ അച്ഛനെ, എന്താ പ്രശ്നം? അംഗക്കലികളായി ശ്രീധര എന്താണോ വയസ്സുകാലത്ത് ഞങ്ങൾ അച്ഛനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ ഇയാൾക്ക് എന്തിന്റെ കേടാ? പെണ്ണ് കെട്ടിക്കേ? ആരെ? നിങ്ങളുടെ അച്ഛൻ ചന്തുപിള്ള ചേട്ടൻ? ഇന്നല്ലാതെ. എന്നിട്ട് കുരവായിട്ട് കെട്ടിക്കേറ്റാൻ ടൂറിസ്റ്റ് ടാക്സിയിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. സമ്മതിക്കില്ല ഞങ്ങള്. ശരിയാണോ അച്ഛനെ? സംഗതി ഉള്ളതാ. വയസ്സുകാലത്ത് അങ്ങേരി വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ഓതിരം കടകം മറിഞ്ഞ് പെടാപ്പാടുപെടുന്നത് കണ്ടിട്ട് ഒരു കൈ സഹായത്തിന് ഒരാളുണ്ടാവട്ടെ എന്ന് കരുതി ചെയ്തതാ. എന്നാ പിന്നെ തനിക്കങ്ങ് കെട്ടാൻ മേലായിരുന്നോ? ഒറ്റാന്തടിയായിട്ട് ഇങ്ങനെ മൂത്ത് നനച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയല്ലോ. അതിന് സഹായം വേണ്ടത് എനിക്കല്ലല്ലോ വാസു, നിങ്ങളുടെ അച്ഛനല്ലേ. എന്നിട്ട് പിള്ളച്ചേട്ടൻ അവിടെ? പിള്ളച്ചേട്ടനും പുതുപ്പെണ്ണും കാറിനകത്താ. മക്കളെ പേടിച്ച് പുറത്തിറങ്ങാണ്ടിരിക്കുക. പുറത്തിറങ്ങി എന്നെ അവർ അനങ്ങാൻ അനുവദിക്കുന്നില്ല. ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ പോലെ എന്റെ അവസ്ഥ. കളരിയാശാനാണേലും ഇപ്പൊ ഒരടവും തോന്നണില്ല. മൂത്രശങ്ക കാരണം നാദസ്വരം വായിക്കുന്നതിന്റെ കവിള് പോലെ ഈ സംഗതി. ഒന്ന് രക്ഷിക്കുമാറവാ, ഒന്ന് വഴി തരണേ. പിള്ളച്ചേട്ടാ ഇങ്ങനെ ഇറങ്ങി. ഞാനാ മാധവനാ. മാധവേട്ടാ, അങ്ങനെ പെണ്ണുമ്പിള്ളയും കൂടെ പുറത്തിറങ്ങിയ അച്ഛനൊന്നും ഞാൻ നോക്കില്ല. എന്താ നീ അങ്ങനെ തല്ലോ? എന്നാ തല്ലടാ, ഞാൻ ഒന്ന് കാണട്ടെ. പിള്ളച്ചേട്ടാ ഇറങ്ങി. ഞാനാ പറഞ്ഞേ. എന്തിനാച്ച ഈ ചതി ഞങ്ങളോട് ചെയ്തത്? ചതി ചെയ്തത് നിങ്ങളല്ലേ സുമതിയെ? ഞങ്ങളോ? ഞങ്ങൾ എന്ത് ചതിച്ചു എന്നാ മാധവേട്ടൻ നീ പറയണത്? നിങ്ങളുടെ അമ്മ നാണിയടുത്തി മരിക്കുമ്പോ നിങ്ങൾ ചിരട്ടി നായും പോലെ 3 എണ്ണ. അന്നൊന്നും വേറൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് കയറ്റാതെ പാടത്തും പറമ്പിലും പണിയെടുത്ത് നട്ടല്ലൊടിഞ്ഞ് ചോര നീരാക്കി നിങ്ങളൊക്കെ പോറ്റി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് ഒരു നിലയിലാക്കിയപ്പോ നിങ്ങൾ 3 ആളും മൂട്ടിലെ പൊടിയും തട്ടി 3 വഴിക്ക് പോയില്ലേ? പിന്നെ ഈ വീട് മുറ്റം തിരിഞ്ഞു നോക്കിയുണ്ടോ നിങ്ങള്? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നാട്ടുകാർ പറയട്ടെ. നീ പറഞ്ഞത് 100% ശരിയാ. അത് പിന്നെ എനിക്ക് എന്റെ കെട്ടിയന്റെ സമ്മതം ഇല്ലാണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്നിട്ട് ഇപ്പൊ എന്താണാവോ വന്നേ? ഞങ്ങൾക്ക് കിട്ടേണ്ട മുതൽ എങ്ങാണ്ട് നിന്ന് വന്ന് ഒരുത്തി കൈക്കലാക്കാന്ന് പറയാൻ നടക്കില്ല. അപ്പൊ സ്വത്താണ് പ്രശ്നം. ഈ ഉള്ള വീടും പറമ്പും മുറിച്ചാണ് തീരെ നിങ്ങളുടെ പ്രശ്നം. ഓ ആശ്വാസമായി. അതിന് ഈ വീടും പറമ്പും കാരണവന്മാരായിട്ട് പതിച്ചു കൊടുത്തൊന്നും അല്ല. പിള്ളച്ചേട്ടൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. അങ്ങനെ ഇഷ്ടം ഉണ്ടാക്കി തരും. കണ്ണില്ലേ കൊടുക്കാൻ ഒരു കോടതിയും പറയില്ല. വേണം വിവരമുള്ള വല്ല വക്കീലം പറഞ്ഞിട്ട് പോയി ചോദിച്ചു നോക്ക്. എന്നാലും ഈ വയസ്സുകാലത്ത് ഒരു കാലത്തും ഇല്ല വൈകിട്ടും ഇല്ല. അതുകൊണ്ടാ പറഞ്ഞ സുമതി ചെന്ന് നിലവിളക്കത്ത് രണ്ടുപേരും അകത്ത് കയറ്റാൻ നോക്കിയാൻ. ചെല്ല് ചെല്ല്. അല്ല കൊരവാ.